ഉണ്ണിയൂട്ട എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ധാരണ. ഉണ്ണിയൂട്ട എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ രീതിയിൽ സപ്താഹ വേദികളിലൊക്കെ നമ്മുടെ ഉണ്ണിയൂട്ട എന്നൊരു ചടങ്ങൊക്കെ വെക്കും. അത് 10-12 വയസ്സ് പ്രായമായ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കും. അങ്ങനെയൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഉണ്ണിയൂട്ട എന്ന് പറയുമ്പോൾ അത് 10 വയസ്സുള്ള കുട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കാൻ പാടുള്ളതാണ്. പരമാവധി ഒരു 3 വയസ്സ്. ഇനി ഇവിടെ 3 പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മാറ്റി ശാസ്ത്രപ്രകാരം ഒരു 5 വയസ്സ് വരെ ആക്കുകയാണ്. ഇതിൽ തയ്യാറെടുക്കേണ്ട കുട്ടികളൊക്കെ ഇവിടേക്ക് വരണം. ആ കുട്ടികളുടെ വരണ്ട വൈകിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വിഷയം പറഞ്ഞാൽ നമുക്ക് ആ സൈറ്റിൽ അല്പസമയം കയറണം. ഇവിടെ ഭക്തജനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്യാവുന്നത് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അർച്ചനയുണ്ട്. ശ്രീകൃഷ്ണ അഷ്ടോത്തര അർച്ചന. ആ അർച്ചനയ്ക്ക് വേണ്ട അതിനുള്ള അർച്ചന നടത്താനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പരമാവധി നമ്മളെല്ലാവരും എടുത്ത് നമ്മൾ ജപിക്കുന്ന അർച്ചയെ കൂടി ചെയ്യുകയാണ്. സമൂഹ പ്രാർത്ഥനയാണ്. ഇവിടെ എത്തിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ നാണയ വഴിപാടായിട്ട് സമർപ്പിക്കുന്നവർക്ക് അതിനുമുള്ള അവസരമാണ്. അപ്പോൾ ഈ ചടങ്ങിനിടയിൽ അത് വേണ്ടവർക്കാവാം. ഉണ്ണിയൂട്ടിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ള കുട്ടികളെല്ലാം ആ പായിന്മേൽ വന്നിരിക്കണം. എൻ്റെ അമ്മയും കുഞ്ഞും അമ്മയും മക്കളുമായിട്ട് വന്നിരിക്കണം. അപ്പം അങ്ങനെ അമ്മമാരവിടെ പോയി ഇരിക്കുമ്പോഴേക്കും സംഘാടനം ചെയ്യേണ്ടത് തിളപ്പിച്ചാർച്ച വെള്ളം ഒരു പാത്രത്തിലുണ്ടാവണം. ഒരു 5-6 ഗ്ലാസ് ഉണ്ടാവണം. അതായത് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വെള്ളം കുടിക്കേണ്ടി വന്നാൽ ആ വെള്ളം നമ്മൾ കരുതണം. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഒരുക്കണം. ഇവിടെ വിഭവങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. ജൈവിക്ക് ഒരുക്കിയിട്ടുള്ള വിഭവങ്ങൾ മാത്രമായിട്ടാണ്. അപ്പം ആ അപ്പുറത്തിരിക്കുന്ന ആ പറ ഇങ്ങോട്ട് നീക്കി വെക്കണം. ആരെങ്കിലും ഒരാളെന്ത് വിനു അപ്പുറത്തിരിക്കുന്ന ആ പാത്രം ഓർക്കണം. പോട്ടെ, ഈ 10 വയസ്സുള്ള കുട്ടികളെ എടുക്കുന്ന പറയാനുള്ള കാരണം എന്താണ്? നിങ്ങളോട് തന്നെ ചില ചോദ്യം ചോദിക്കണം. 5 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളെ നിങ്ങൾ തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ട്? ഇല്ല. 5 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾ ആരെങ്കിലും തല്ലിയിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് 2 നരകം കാത്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ എത്ര കുസൃതികൾ കാണിച്ചാലും 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അടിക്കാൻ പാടുള്ളതല്ല. 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ തല്ലരുത്. ഇത് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായമേ ഇല്ല. ഞാൻ ഈ വ്യക്തിയോട് നിങ്ങളോട് പറയുന്നതെല്ലാം മഹാത്മാക്കളുടെ വാക്കുകളാണ്. എൻ്റേതായ ഒരു ഐഡിയയും ഇവിടെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ആ ചെരുപ്പമാൻ കൊണ്ടുവച്ചു ആ കുട്ടി ചെരുപ്പ് ദൂരെ കൊണ്ടിട്ട് കൊച്ചുകുട്ടിയാണ്, അങ്ങനെ അറിയില്ലല്ലോ. അവൻ കൊച്ചുകുട്ടിയല്ല. ഇവിടെ ശ്രദ്ധിക്കും. ലാളിക്കണം 5 കൊല്ലം എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ 5 വയസ്സ് വരെ ഈശ്വര സ്വരൂപികളാണ്. അതുകൊണ്ട് ആ പ്രായം വരെ അവരെ അടിക്കരുത്. അതാണ് പറയുന്നത്, ലാളിക്കണം 5 കൊല്ലം. ഈ കുട്ടികൾക്ക് എന്തറിയാം? ആ കുട്ടി എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തല്ലാൻ തോന്നുന്നു. 2.5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ അനാഥാലയത്തിൽ വെച്ചിട്ട് അവരുടെ ജനനേന്ദ്രിയത്തിൽ നുള്ളിയ കഥ പേപ്പറിൽ വായിച്ചില്ലേ? ശിവ ഒരു നിമിഷം തകർന്നു പോയി. കുഞ്ഞ് കിടന്ന് മൂത്രമൊഴിച്ചത് കൊണ്ട് ആ കുഞ്ഞിനെ അങ്ങനെയുള്ള മർമ്മസ്ഥാനത്ത് നഖം കൊണ്ട് മുറിവേൽപ്പിക്കാൻ ഏത് സ്ത്രീക്കാണ് കഴിയുക? അത് സ്ത്രീയാണോ? ആരുമായിക്കൊള്ളട്ടെ, ഒറ്റി എന്തുമായിക്കൊള്ളട്ടെ, ദേഹത്തെ കയ്യിലോ കാലോ പിച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അത്രയും നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപരിക്കുന്നു. കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്ക്. അപ്പം ലാളിക്കണം 5 കൊല്ലം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. മിണ്ടത്തില്ലല്ലോ, അതിൻ്റെ ഗുണമുണ്ടല്ലോ. ലാളിക്കണം 5 കൊല്ലം. 5 വയസ്സ് വരെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികൾ ആ പ്രായം വരെ എന്ത് പുസ്തകങ്ങൾ കാണിച്ചാലും ഒന്നുമേ ചെയ്യമാണ്. ഇനി 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് എത്ര വയസ്സാണ് വരുന്നത്? അതൊരു 15 വയസ്സുകാരായ എത്ര കൊല്ലം വരും? 10 കൊല്ലം. ഈ 5 വയസ്സിന് ശേഷം 15 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇവിടെ തല്ലാതെ ഇരുന്നിട്ടുള്ളവരാരെങ്കിലും ഉള്ളോ? തല്ലാതെ ഇരുന്നിട്ടുണ്ട്. അവർക്ക് 4 നരകം. അതായത് കുട്ടികളെ ശിക്ഷണം കൊടുക്കേണ്ട പ്രായമാണ് 5 വയസ്സ് കഴിഞ്ഞുള്ള 10 കൊല്ലം. അപ്പം പിന്നെ ശിക്ഷിക്കാം 10 വത്സരം. ശ്ലോകം കൂടെ ഓർത്തോളണം. എന്താ അതിനെ പറഞ്ഞത്? ലാളിക്കണം 5 കൊല്ലം,
പിന്നെ ശിക്ഷിക്കാം 10 വത്സരം. 16 വയസ്സായ മിത്രമെന്നോർത്ത പുത്രനെ. 16 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മക്കളില്ല. മക്കളെവിടെ പോയിടും? എന്നും പോയില്ല. അവരെ നമ്മുടെ മക്കളായിട്ടല്ല കാണേണ്ടത്, മിത്രമായി കാണണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ശ്ലോകം എല്ലാവരും നെയ്റ്റിരിക്കെ, ലാളിക്കണം 5 കൊല്ലം. നിങ്ങളുടെ പറച്ചിൽ കേട്ട് ഞാൻ തൃപ്തനായി. ചിലടൊപ്പം ഇതൊക്കെ പറയാൻ ഒന്ന് ശ്രമിച്ചത് എനിക്ക്. ലാളിത്തിരുമേനിയും ലാളിക്കണം 5 കൊല്ലം. അവിടെ ഇട്ടാൽ അച്ഛനട്ടിക്കിട്ട് എല്ലാം കിട്ടാൻ മതി. ഒരുമിച്ച് ചെയ്യും. പല പണികളെല്ലാം എല്ലാം ഇട്ടാൽ മതി. ഒന്നുകൂടെ പറഞ്ഞേ, ലാളിക്കണം 5 കൊല്ലം, പിന്നെ ശിക്ഷിക്കാം 10 വത്സരം. 16 വയസ്സായാൽ മിത്രമെന്നോർത്ത പുത്രനെ. ആ കുഞ്ഞുങ്ങളുടെ താല്പര്യത്തിൽ ഓടിച്ചാടി കളിക്കട്ടെ. അപ്പം നമ്മുടെ സമയം നീങ്ങും. ഇന്ന് നമ്മളോട് ഭഗവാന്റെ അവതാരം സംബന്ധിച്ച് ഒരു പാട്ട് പാടാനായിട്ട് കുട്ടി സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം ഈ ചടങ്ങുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ട ആ കുട്ടിയായതുകൊണ്ട് ആ മോളെ എനിക്ക് പേര് നാളൊന്നും അറിയില്ല. ആ കുട്ടി കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടുന്നൊരു കുട്ടിയാണെന്ന്, അക്ഷരശ്ലോകത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ കേട്ടു. അപ്പോൾ അക്ഷരശ്ലോകത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എല്ലാവരെയും കൊണ്ടും പറ്റുന്നൊരു കലയല്ല അക്ഷരശ്ലോകത്തിൽ 10 ശ്ലോകം പഠിക്കുക എന്നുള്ളത്. ഇന്നലെ ആ കുട്ടി പണിയെ 2-3 ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഗംഭീരമായിരിക്കുന്ന ആ കുട്ടിയുടെ മുന്നിൽ ചൊല്ലാൻ ഞാൻ പോരാ. അതുകൊണ്ട് ആ കുട്ടിക്ക് ഞാനൊരു അപമാനമാവേണ്ടാകുന്ന കരുതി തുടർന്നില്ല. ആ മോള് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മോക്ക് ഇവിടേക്ക് വന്ന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ചടങ്ങ് നിർവഹിച്ചോളാം എന്നറിയിക്കുകയാണ്. നന്നാട്ടെ, ഒന്ന് പരിചയപ്പെടുത്തിക്കട്ടെ. വന്നോളൂ. ഇത് മഖിജ എന്ന പേരോടുകൂടിയ നിങ്ങളുടെ നാട്ടിലുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ണാമസാല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അക്ഷരശ്ലോകം പോലെയുള്ള സാധാരണ കുട്ടികൾക്ക് കൈവയ്ക്കാൻ കഴിയാത്ത ആ വിഷയത്തിൽ കൂടി പങ്കെടുക്കുന്ന കുട്ടിയാണ്. കേട്ടിടത്തോളം ഈ കുട്ടി ജന്മനാലേ മലയാളം പഠിച്ച കുട്ടിയല്ല. അത് യാദൃച്ഛികമായിട്ട് പുറത്തായിരുന്നു. ഇവിടെ വന്ന് മലയാളം പഠിച്ച് മലയാളികളോടൊപ്പം മത്സരിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് കേട്ടത്. ഇന്നലെ അതിൻ്റെ ആരെയും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ഒരാളല്ല, പ്രത്യേകിച്ച് ആരോടും. എനിക്ക് ഏത് പ്രവൃത്തിക്ക് ഞാൻ വരുന്നോ എൻ്റെ തൊഴിലിനോടല്ലാതെ എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് പൊതുവേ ഇല്ല. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഭഗവാന്റെ നാമം ജപിക്കാൻ ഒരു കുട്ടികളുടെ സ്കൂളിലാണ്. 24 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ച് കഞ്ഞി കുടിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ പിള്ളേരെനിക്ക് ഗുരുവിന് തുല്യരാണ്. അതുകൊണ്ട് അവരുടെ സമയത്തിൻ്റെ വില ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. വേഗത്തിൽ ആ കുട്ടിയെ നമ്മുടെ മുന്നിൽ ഭഗവാന്റെ ഒരു ഏതെങ്കിലും കീർത്തനങ്ങളോ ഇഷ്ടപ്പെട്ട ഒരു പാട്ടോ പാടിക്കൊണ്ട് പോകാൻ അനുവദിച്ചിട്ട് നമുക്ക് അടുത്ത ജനങ്ങളിലേക്ക് നീങ്ങാം. അതും എൻ്റെ ഒരു ധാർമ്മികത. ഹരിയോം ഹരി. കുമാരി മഹിജയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓടോത്ത് അമ്പലത്തിലെ ഈ മഹാജാനയച്ചതിന് 3ാമത് ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവവതാരവും കൂടി സംജാതമായ നിമിഷത്തിൽ ഭഗവാന്റെ അവതാരം കോളോത്തമ്മയുടെ ദിവ്യമായ അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. ആ അനുഗ്രഹദായകമായിരിക്കുന്ന ദിവസം ഈ മോൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പഠിച്ച് മുണ്ടുപിടിക്കുകയായി ഈ ഹരിപ്പാടിന് തന്നെ അഭിമാനമായി മാറാൻ കഴിയുമാറാവട്ടെ എന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. ആ മകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അർദ്ധമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னே മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னே മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னே
കാച്ചിന പാൽ തരേൻ കർക്കണ്ട ചീനി തരേൻ കാച്ചിന പാൽ തരേൻ കർക്കണ്ട ചീനി തരേൻ കൈ നിറയെ വെണ്ണി തരേൻ വെയിലിലെ പോക വിടാം കൈ നിറയെ വെണ്ണി തരേൻ വെയിലിലെ പോക വിടാം മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன் மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் காய்ச்சின பால் வேண்டாம் கற்கண்ட சீனி வேண்டாம் காய்ச்சின பால் வேண்டாம் கற்கண்ட சீனி வேண்டாம் உல்லாசமாய் மாடுமேய்த்து ஒரு நொடியில் திரும்பிடுவேன் உல்லாசமாய் மாடுமேய்த்து ஒரு நொடியில் திரும்பிடுவேன் போக வேண்டும் தாயே தடை சொல்லாதே நீயே போக வேண்டும் தாயே தடை சொல்லாதே நீயே யமுனா நதிக்கரையில் எப்பொழுதும் கள்வர் பயம் யமுனா நதிக்கரையில் எப்பொழுதும் கள்வர் பயம் கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் கள்வருக்கு கள்வருண்டோ கண்டதுண்டோ சொல்லும் அம்மா கள்வருக்கு கள்வருண்டோ கண்டதுண்டோ சொல்லும் அம்மா கள்வர் வந்து என்னை அடித்தால் கண்ட துண்டமாக்கிடுவேன் கள்வர் வந்து என்னை அடித்தால் கண்ட துண்டமாக்கிடுவேன் போக வேண்டும் தாயே தடை சொல்லாதே நீயே போக வேண்டும் தாயே தடை சொல்லாதே நீயே ഗോവർദ്ധനഗിരിയിൽ ഘോരமான മൃഗങ്ങളുണ്ട് ഗോവർദ്ധനഗിരിയിൽ ഘോരமான മൃഗങ്ങളുണ്ട് സിംഹം പുലി കരടി വന്നാൽ കലങ്ങിടുവായി കൺമണിയെ സിംഹം പുലി കരടി വന്നാൽ കലങ്ങിടുവായി കൺമണിയെ മാടുമേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன் மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் കാട്ടുമൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും കാട്ടുമൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും കൂട്ടமாக ഓടി വന്നാൽ വേട്ടയാടി വെன்றிடுவேன் കൂട്ടமாக ഓടി വന്നാൽ വേട്ടയാടി വെன்றிடுவேன் പോക வேண்டும் തായേ തടை சொல்லாதே நீயே போக வேண்டும் தாயே தடை சொல்லாதே நீயே பிரியமுள்ள நந்தகோபர் பாலனங்கே என்று கேட்டால் பிரியமுள்ள நந்தகோபர் பாலனங்கே என்று கேட்டால் என்னவது சொல்வேனடா ஏக்கமுடன் தேடிடுவார் என்னமுடன் சொல்வேனடா ஏக்கமுடன் தேடிடுவார் மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் பாலருடன் வீதியிலே பண்டடுரன் என்று சொல்லேன் பாலருடன் வீதியிலே பண்டடுரன் என்று சொல்லேன் தேடி நீயும் வருகையிலே ஓடி வந்து நின்றிடுவேன் தேடி நீயும் வருகையிலே ஓடி வந்து நின்றிடுவேன் மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் போக வேண்டும் தாயே தடை சொல்லாதே
போக வேண்டும் தாயே தடை சொல்லாத நீயே. ഇന്ന് ഭഗവാൻ 25 ദിവസം തന്നെ ആ മോക്ക് ഇവിടെ ഒരു ഭഗവാന്റെ തന്നെ പാട്ട് പാടാൻ കഴിഞ്ഞത് സന്തോഷമായി. ഭഗവാന്റെ അനുഗ്രഹം ആ കുട്ടിക്കുണ്ടാവട്ടെ, ഭഗവതിമാരുടെ അനുഗ്രഹം ആ കുട്ടിക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. ആ അമ്മമാരും കുട്ടികളുമായിട്ട് ആ വേദിയിൽ നിന്നിരുന്നാട്ടെ. അമ്മമാരും ഉണ്ണിയൂട്ടിന് പങ്കെടുക്കാൻ വന്നിട്ടുള്ള കുട്ടികളുമായിട്ട് ആ പായിന്മേൽ ഇരിക്കുക. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇനിയും വരാം. ഇവിടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 വഴിപാട് ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിറപറ വഴിപാടാണ്, 2 ശ്രീകൃഷ്ണ അഷ്ടോത്തര അർച്ചന. അത് രണ്ടും നമ്മൾ പരസ്യമായിട്ടാണ്, അതായത് നിങ്ങളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. നിങ്ങൾ നമ്മളെല്ലാവരും ശ്രീകൃഷ്ണ അഷ്ടോത്തര അർച്ചനയൊക്കെ നടത്തും, പുഷ്പങ്ങളെ കൊണ്ട് അർച്ചനയൊക്കെ നടത്തും, നിങ്ങൾക്കുള്ള അവസരങ്ങളൊക്കെ തരും. അപ്പോൾ ഈ പായിലോട്ടിനാട് കുട്ടികളെല്ലാവരും വന്നിട്ട് സമയം നല്ല ടൈമിംഗ് ആണ്, അത് കണക്കാക്കി ചെയ്യണം. വന്നിട്ടുള്ളവർക്ക് എല്ലാ കുട്ടികളും പങ്കെടുക്കാനുള്ള കുട്ടികളെല്ലാവരും വന്നിരിക്കുക. ഹരി ഓം കരി മ്പോഴേക്കും എൻ്റെ പ്രസംഗം കേൾക്കലാണ്. പ്രസംഗം അറിയാതെ ഞാൻ പറയുന്ന വിഷയത്തിൽ മനസ്സിലായി. നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അന്നദാനം ചോറ് കൊടുക്കാറില്ല. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിൽ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്, അമ്പലങ്ങളിൽ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിന് ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നം കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നവരല്ല നമ്മളാണ്. എവിടെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പണത്തിൻ്റെ പ്രതാപം അനുസരിച്ച് അപ്പനും അമ്മമ്മയും ഒക്കെ വന്നുകൊണ്ട് നാട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് ആ കുഞ്ഞിന് അങ്ങനെയൊന്നുമല്ല അന്നപ്രാശം നടത്താറുണ്ട്. അതിനൊക്കെ ചില ആധ്യാത്മികമായ വശങ്ങളുണ്ട്. അതിനൊരു സൂചന നൽകലാണ് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യണം? അപ്പോൾ കുട്ടികൾ ഇത്തരം നിങ്ങളോട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? അമ്മമാരെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന അമ്മമാരെ കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുക. കുഞ്ഞുങ്ങളെ വൃത്തിയായിട്ട് നിങ്ങളവിടെ ഇരിക്കുക. ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അമ്മമാരോ അമ്മൂമ്മമാരോ അച്ഛന്മാരോ ആരാന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുക. എല്ലാവരും അവിടെ ഇരിക്കുക. ഇങ്ങനെയായിട്ടുള്ള കുട്ടികൾ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. കുട്ടിയെ നിങ്ങൾ പിടിച്ചിരിക്കട്ടെ, നിങ്ങൾ വിടാ കുട്ടിയെ. അത് ഏകദേശം ഒരു ഐഡിയ പിടിയില്ലേ? നമ്മുടെ എക്സസൈസിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികളാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഇന്ന് അനുഗ്രഹത്തിനായി, ദുഷ്ടനിഗ്രഹത്തിനായി, ധർമ്മരക്ഷയ്ക്കായി തിരുവാവതാരം ചെയ്ത ഭഗവത് സ്വരൂപികളായ കുട്ടികളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെ നാമജപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പേടിക്കേണ്ട എന്നൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനൊരു കുട്ടി ഉണ്ടെങ്കിൽ എന്താണ് ഈ അമ്മമാരുടെ ഭാഗ്യം? നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ കുഞ്ഞിനെ ഊട്ടാനിരിക്കുന്ന അമ്മമാരെ പോലെ സ്വയമേവയാവുക, സങ്കല്പമുണ്ടാവുക. യശോദ അമ്മ തൻ്റെ കുഞ്ഞിന് എപ്രകാരമാണോ അമ്പാടിയിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നത്, അമൃത് കൊടുക്കുന്നത്, അമൃതമല്ല കൊടുക്കുന്നത് യശോദ വെറും ആഹാരമാണെങ്കിലും ഭഗവാൻ കഴിക്കുന്നത് അമൃതമായി നമുക്ക് തോന്നും. ഭഗവാൻ ലീലയാടിക്കൊണ്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന ചോറ് ഭഗവാൻ അമൃതാക്കിക്കൊള്ളും, ഓർത്ത് ശ്രദ്ധിക്കേണ്ട. അപ്പം ഈ ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖ ദുരിതങ്ങൾ പോകുമെന്നുള്ളതാണ് നിങ്ങളുടെ ശാസ്ത്രം. നിങ്ങൾ എന്നെ നോക്കേണ്ട, അവരെ നോക്കിയിരുന്നാൽ മതി. നേരെ അങ്ങോട്ട് നോക്കിയിരുന്നുകൊണ്ട് ഇവരെല്ലാം ഈശ്വര സ്വരൂപികളായ കാരണം ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിലെ വാസന്തിയുടെ മോള, മറ്റവൻ്റെ കൊച്ചുമോള എന്നുള്ള ചിന്താഗതി ഈ അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് വിട്ടിട്ട് മതി. ഇപ്പം എത്തിസാനെ കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, ഭഗവാന്മാരാണ്. ഒരു ഭഗവാൻ തന്നെ പല രൂപത്തിലിരിക്കുന്നുണ്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ എല്ലാവരും നോക്കിക്കാട്ടെ. ഈ അമ്മമാരോ അമ്മൂമ്മമാരോ എന്താ ചെയ്യുന്നറിയാമോ? ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ പറയിപ്പിക്കാമോ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കുഞ്ഞിനെ എടുത്ത് അപ്പം നിങ്ങൾക്ക് ഞാൻ അഭിനയിച്ചൂടെ കാണിക്കാം. ഇതെൻ്റെ കുഞ്ഞാന്ന് വിചാരിച്ചോളൂ. ഞാൻ യശോദ, നിങ്ങളുടെ യശോദ, ഇവിടെ നിൽക്കുന്നത് നിങ്ങളേതൊരു യശോദയാണ്. ഇവരിപ്പോൾ എത്തിശാലയിൽ യശോദമാരല്ലാതെ ആരുമില്ല കേട്ടോ. അപ്പോൾ മൈക്ക് പ്രവർത്തിപ്പിക്കുന്ന വ്യക്തിയൊരു സംശയം, അദ്ദേഹം ഞാൻ നിങ്ങളുടെ യശോദയാണ്.
ഇവിടെ സ്ത്രീകളായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഇപ്പം എന്ന് പറഞ്ഞാൽ യശോദയുടെ ഭാഗത്തിലേക്കാണ്. ഇത് എൻ്റെ കുഞ്ഞാണ്. എല്ലാവരും നിങ്ങൾക്ക് എനിക്ക് അഭിമുഖമായി എൻ്റെ കുഞ്ഞിരിക്കുന്ന പോലെ ആ കുഞ്ഞിനെ നിന്റെ അഭിമുഖമായി ഇരിക്കുക. അഭിമുഖം അടുത്തിട്ട് അത് പിടിച്ച് കിടക്കണ്ട. അങ്ങനെ തിരിഞ്ഞോണ്ട് നിങ്ങളുടെ സങ്കല്പത്തിൽ നേരെ ഇരുത്തി കാണുക. ഒരു നിമിഷത്തെ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മമാർ കുഞ്ഞിനെ വിളിച്ചോളൂ. അനടച്ച് ഇത് ഭഗവാനാണെന്ന് വിചാരിച്ചാൽ ഒരു നിമിഷം പെട്ടെന്ന് വേണം. ഒരു നിമിഷം കണ്ടിട്ട് ഭഗവാനാണെന്ന് വിചാരിക്കുക. ഒന്ന് തൊഴുതേക്കുക. ഇത് നിങ്ങൾ ചെയ്ത ഒരു നിസ്സാര കാര്യമല്ല, പൂർവ്വജന്മ പുണ്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞിൻ്റെ തലയിൽ അമ്മമാർ 2 കൈയും വയ്ക്കുക. അഭിമുഖമായിട്ട് വേണം. എന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലയോ ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് അറിവും അഴകും ആയുസ്സും ആരോഗ്യവും നൽകണം എന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാ അമ്മമാരും ചെയ്യാനുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അമ്മമാരും നിങ്ങളുടെ എത്ര മുതിർന്ന കുട്ടികളായാലും ചെയ്യാനുള്ളതാണ്. എൻ്റെ മകള് പോകുമ്പോൾ എൻ്റെ മകളുടെ അമ്മ അവിടെ തലയിൽ കൈവച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അല്ലയോ ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് അറിവ് അഴക് ആയുസ് ആരോഗ്യം ഈ 4 അകാരങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പ്രാർത്ഥിച്ചോ. ഇവിടേക്ക് അമ്മമാരെല്ലാം നിങ്ങൾ നാണക്കെട്ടൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയുള്ള സങ്കല്പം നമ്മുടെ അമ്മമാർക്ക് പറഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞ് കോളേജിൽ പോയിട്ട് വരാൻ താമസിക്കുമ്പോൾ ഇത് പീഡന കാലഘട്ടമാണ്. കുഞ്ഞ് വരാൻ താമസിച്ചാൽ അമ്മയുടെ മനസ്സിൽ വേദനിക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അപ്പം മൊബൈലും സീരിയലൊക്കെ മാറ്റിയിട്ട് അയ്യോ 4 പറഞ്ഞ കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് അമ്മ വിപ്രാണപ്പെട്ട് പുറത്ത് കുഞ്ഞിനെ കാത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയാമോ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഈശ്വരാംശത്തിനനുസരിച്ച് ഒരു ശക്തി സ്രോതസ് ഇറങ്ങും. അമ്മമാരറിയണം. എന്നെ കൂടെ സീരിയസായിട്ട് സംസാരിപ്പിക്കണം. നമ്മുടെ മകൾക്ക് ചുറ്റും ഒരു വലയം തീർക്കും. രക്ഷാവലയം എന്ന് പറയും. പീഡനത്തിൽ നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെടുന്നത് അമ്മയുടെ ആ പരമമായിരിക്കുന്ന ആധ്യാത്മിക ശക്തി കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോകുമ്പോൾ അബദ്ധം വരാതിരിക്കാൻ അമ്മമാരുടെ ആധ്യാത്മികത അനിവാര്യമാണ്. അതുകൊണ്ടാണ് കൊച്ചു പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ 2 കൈയിലും നിങ്ങളുടെ 2 കൈയും കുഞ്ഞിന്റെ സെൽസിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ പ്രാർത്ഥിക്കണം. അല്ലയോ ഭഗവാനെ, എനിക്ക് എൻ്റെ കുഞ്ഞിന് അറിവ് അഴക് ആയുസ് ആരോഗ്യം. കുട്ടി പോകാനൊക്കെ LKG പോകുന്ന കുട്ടിയാണ്, ആശാമട്ടുള്ള കുട്ടിയാണ്. അച്ഛൻ പറയണം, മോളെ അല്ലെ മോനെ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച് പോകൂ. അമ്മ ചെന്ന് കാല് കാണിച്ചു കൊടുക്കണം. അമ്മയുടെ പാദത്തിൽ വീണ് നമസ്കരിക്കണം. എന്നിട്ട് അന്നേരം അമ്മ ആ കൈ 2 തലയിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കണം. ഭഗവാനോട് പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിന് സത്യത കൊടുക്കണേ. ഈ സംസ്കാരത്തിൽ നിന്നൊക്കെ നമ്മൾ അകന്നുപോയി. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിപിടിച്ച് പോകുന്നതിന് ആരെയാണ് കുറ്റം പറയുന്നത്? കുട്ടികളെയോ രക്ഷിതാക്കളെയോ? ഇതൊരു ബോധവൽക്കരണവും കൂടിയാണ്. ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന ആളായിട്ട് നിങ്ങളെന്നെ കൂട്ടരുത്. ഓരോന്നിലും ഓരോ കാര്യമാണ്. അപ്പം നമ്മുടെ കുഞ്ഞിനെ ഈശ്വര സ്വരൂപരായി കാണും. കാരണം എന്താണ്? 5 വയസ്സ് വരെ ഏത് കുട്ടിയും ഈശ്വരതുല്യരാണ്. നമ്മുടെ വീട്ടിലുള്ള 5 വയസ്സിലുള്ള ഏത് കുട്ടിയും ഈശ്വരനായി കാണുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ലാളിക്കണം 5 കൊല്ലം. 5 കൊല്ലം നമ്മുടെ കുട്ടികൾ എന്ത് പുസ്തകം കാണിച്ചാലും നമ്മളെ സഹിക്കുക, പൊറുക്കുക എന്നുള്ളതാണ്. കാരണം ഈശ്വരാംശം അവർക്ക് അപ്പോൾ പ്രകടമാണ്. ഇനി ആ കുഞ്ഞിന് നമ്മുടെ അമൃതത്തെ നൽകാൻ പോയാൽ ആ കുഞ്ഞിനെ ഇലയൊന്നിട്ട് കൊടുക്കാതെ കുഞ്ഞിനെ മുമ്പിലിരുത്തിക്കോളൂ. അമ്മയോ അമ്മമ്മയോ ഒക്കെ മുമ്പിലിരുത്തിക്കോളൂ. ഇതിനകത്ത് ആദ്യം തേൻ വിളമ്പോ. നിങ്ങൾ കേൾക്കണം എന്റെ വാക്കുകൾ. അമ്മമാരെ പ്രത്യേകിച്ച് കേൾക്കണം. തിരിച്ചിട ഇലയിൽ ഇട്ടോ ഈ സ്ഥലം തേൻ വിളമ്പിച്ചോട്ടെ. തേൻ വിളമ്പുമ്പോൾ ശ്രദ്ധിച്ചാട്ടെ. അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കിനെ അപ്പം ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്ത് നിങ്ങളുടെ വലത് കൈ കൊണ്ട് ആ തേനകത്ത് ഓം എഴുതണം. നിങ്ങളുടെ കുഞ്ഞ് സ്വയദേവ കഴിക്കുന്നത് കഴിച്ചുകൊണ്ടേ. ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങളുടെ വലത് കൈയിലെ മോതിരമിടുന്ന വെല്ല് കൊണ്ടെടുത്ത് നിങ്ങൾ കുഞ്ഞിൻ്റെ നാവിലേക്ക് എഴുതൂ. പെട്ടെന്ന് ഓം എഴുതണം. എഴുതിക്കോളൂ. ഇനി ബാക്കി എല്ലാ വിഭവങ്ങളും കുറേശ്ശെ വിളമ്പണം. അല്പമേ വിളമ്പാവും, അധികം വിളമ്പണം. ഓം നിറം. ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭഗവാനാണ്. മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇനി അതിൻ്റെ മുമ്പിൽ കുറച്ചിവിടെ തയ്യാറാക്കിയ വിഭവങ്ങൾ വിളമ്പും.
ഇനി ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മമാർ മാത്രം ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മമാർ മാത്രം ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഇവിടെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞ് സ്വയം കഴിക്കണമെന്ന് നോക്കുക. സ്വയം കഴിക്കുന്നതിൽ കഴിക്കട്ടെ. വലുതൊക്കെ അതിൻ്റെ വായിലോട്ട് എടുത്ത് വെക്കാതെ മുറിച്ചു കൊടുക്കണം. അതിൻ്റെ മുന്നിൽ ഏതും വായിലിട്ടാൽ ചെറിയ ചെറിയ സാധനങ്ങളെ വരാൻ പാടുള്ളൂ. തിരിഞ്ഞിരുന്നോളൂ. യശോദാമ്മയാവണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഊട്ടാൻ പോവുകയാണ്. ഇത് കണ്ടോ എൻ്റെ കുഞ്ഞിനെ? നിങ്ങളൊക്കെ അമ്മമാർ കുട്ടിക്കാലത്ത് ന്യൂജൻ അമ്മമാർക്ക് പിടി കിട്ടില്ല. ഇപ്പോഴത്തെ ന്യൂജൻ ചുരിദാർ അമ്മമാർക്ക് പണ്ടുള്ള അമ്മമാരുടെ ക്ലേശങ്ങളെ പിടിക്കും വലിയ പിടിയില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? പണ്ടുള്ള അമ്മമാർ എന്തെങ്കിലുമൊക്കെ ഉരി അരിയിട്ട് വെള്ളത്തിലിട്ട് ആകപ്പാടെ ഒന്ന് കുതിർത്ത് അരകല്ലിൽ ചതച്ച് ഒരടയോ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന പണി കണ്ടിട്ടില്ലേ? അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും. അന്ന് ഇന്നത്തെ കൂട്ടം അമ്മമാരുടെ കൂട്ട് ഒരു മുറി കുഞ്ഞല്ല, അന്ന് 4-5 ഉണ്ട്. അങ്ങനെയുള്ള അമ്മമാർ ആ കുഞ്ഞിനെ തീറ്റാനായിട്ട് പെടുന്ന പാട് കണ്ടിട്ടുണ്ടോ? അരിയോ മോനെ എന്നാ ചോറ് പാപ്പ കഴിച്ച് പാപ്പ 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 കഴിക്കുന്നില്ല. ആകപ്പാടെ അടുത്ത് വെക്കാൻ ആകപ്പാടെ വെച്ചാൽ മീൻ്റെ ഇച്ചിരി കഷ്ടം കാണും. അമ്മ ഉരുളയുടെ മണ്ടയ്ക്ക് അത് വെച്ച് അത് കാണിച്ച് കുഞ്ഞിൻ്റെ വായിൽ ചോറ് കെട്ടിച്ച് ആ മീൻ കഷ്ടം എടുക്കുമായിരുന്നു. അത്ര ഗതികെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നോ? എന്താ ന്യൂജൻ അത് വല്ലതും അറിയാമോ? അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ നിങ്ങളുടെ പാപനം കൊണ്ട് ഉയരണം. ഇതാരായിരിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ. കുഞ്ഞെന്ന് പറയാനൊക്കെ ഞാനാരാ? യശോദ. നിങ്ങളാരാ? നിങ്ങളുടെ കയ്യിലൊക്കെ കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് യശോദാമതി ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഭക്ഷണം കൊടുക്കുക കണ്ടുകൊണ്ടിരിക്കേണ്ട, നമുക്ക് 2 നാമം ജപിച്ചാലോ? അപ്പം ഞാൻ ആദ്യം ഒരു നാമം, എനിക്ക് സംഗീതബോധമുള്ള ഒരാളല്ല, ഞാനൊന്ന് നാമം ജപിച്ചു തരും. ആ നാമം നിങ്ങൾ ഏറ്റു ജപിക്കണം. ഞാൻ ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്താ ആകാമല്ലോ? ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ചൊല്ലിക്കേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി. ഇവിടെ നമ്മുടെ ഈ പുറയിരിക്കുന്ന ആൾക്കാർക്കൊന്നും വായിക്കാതെ നോക്കില്ലേ? നിങ്ങളാരായതാന്ന് എനിക്കറിയില്ല. ഈ പാട്ട് പാടിയാൽ മാറ്റിച്ചു ചെയ്യുന്ന കുട്ടിയെ പോലും എനിക്കറിയില്ല. എൻ്റെ അച്ഛനാരാണ് അമ്മയാരാണ് ഒന്നും അന്വേഷിച്ചില്ല. എൻ്റെ ഒരു മര്യാദയ്ക്ക് ആ കുട്ടിയെ പരിചയപ്പെടാൻ മാത്രം പേര് ചോദിച്ച് ഏത് ക്ലാസ്സിൽ പഠിക്കണം. അതിലുപരിയായിട്ട് ആ കുട്ടിയോട് എനിക്ക് എന്താ ബന്ധം? എന്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ആളല്ല, താല്പര്യമില്ല. ഇവിടെ ഈ അമ്പലത്തിൽ വരുമ്പോൾ മോഹൻദാസ് എന്ന് പറഞ്ഞ ആളിൻ്റെ നമ്പർ മാത്രമേ എൻ്റെ ഫോണിലുള്ളൂ. വേറെ ഒരു ബന്ധങ്ങളുമില്ല. ആ സാറുമായിട്ടാണ് ബന്ധപ്പെട്ടത്, ഉല്ലാസ് സാറുമായിട്ട്. വേറെ ബന്ധങ്ങളൊന്നുമില്ല. അത് സാധാരണ കോളോത്തൊന്നും മാത്രമേ അടിക്കാറുള്ളൂ, പേര് പോലും എഴുതാറില്ല. ഇവിടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ എൻ്റെ തൊഴിലിനോട് 100% സിൻസിയറായിട്ടുണ്ട്. ഒരിക്കൽക്കൂടി ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ പാടിക്കളയരുത്. നിങ്ങൾക്ക് ഈശ്വരനാമം ജപിക്കാൻ കിട്ടുന്ന ഈ അവസരം പാടിക്കളഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയാം. നിങ്ങൾ എതിരാണ് വന്നിരിക്കുന്നത്, ഇത് കാണാനല്ല. ആ ചടങ്ങിലൂടെ നിങ്ങളെ ആധ്യാത്മികമായിട്ട് ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ലല്ലോ നമ്മൾ യജ്ഞം നടത്തുന്നത്, ആധ്യാത്മികമായ കാര്യങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കൂ, ഉള്ളൊരുക്കി ഈ 10 മിനിറ്റത്തേക്കെങ്കിലും എല്ലാം പറഞ്ഞ് ജപിക്കൂ, ഭഗവത് നാമം ജപിക്കൂ.
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ചല ഗോവിന്ദ ഹരി ആ വന്ന അമ്മ എവിടെയെങ്കിലും ഇരുന്നാൽ നമുക്ക് സംസാരിക്കരുത് അങ്ങോട്ട് മാറി സംസാരിക്കട്ടോ ഇടയ്ക്ക് സംസാരിക്കട്ടെ നിങ്ങളെല്ലാം നിർത്തിയത് നാമം ഗോവിന്ദ നിർത്തരുത് ഞാൻ എനിക്ക് പല കാര്യങ്ങളാണ് ഉണ്ടാകുമല്ലോ ഗോവിന്ദ ഹരി ഉറക്കെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൂട്ടുകയാണ് എനിക്ക് പാടാനോ അതുപോലുള്ള കഴിവില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ അരികിലേക്ക് നമ്മുടെ മധ്യമ വൈഖരിയായി ചെന്ന് നമ്മുടെ പ്രാർത്ഥന വീഴണം ഇപ്പോൾ ഉള്ളും ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ശബ്ദമോ സൗന്ദര്യമൊന്നുമല്ല നമ്മുടെ മനോഭാവമാണ് നിങ്ങൾ എങ്ങനെയാണ് നാം ചിരിക്കുന്നതാണ് ഭഗവാൻ നോക്കുക ഭഗവാൻ ഭാഷയല്ല ശ്രദ്ധിക്കുന്നത് ഭാവമാണ് ഭക്തി എന്ന ഭാവത്തിലൂടെ നിങ്ങൾ നാം ചിരിക്കണം കുറച്ച് സമയത്ത് ഒരു 20 മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾ മറ്റെല്ലാം മറക്കും മറ്റെല്ലാം മറന്ന് ഈ നാമത്തിൽ മാത്രം ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് ഈ രക്ഷപ്പെടാനുള്ള ഒരു അവസരം അമ്മ ഉണ്ടാക്കി തരുമ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾ പാടാക്കി തരണം അപ്പൊ നിങ്ങളുടെ ഗുണമതിയാലും എന്താ പറയുന്നത് ഇടയ്ക്ക് ഒന്നും പറയണ്ട നാമം ജപിക്കും ഉറക്കെ ഗോവിന്ദ ഹരി ഉറക്കെ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നെ നോക്കണം യശോദാമ്മ എടുത്ത് കൊടുക്കുകയാണ് കഴിക്കില്ല മോനെ എൻ്റെ പൊന്നു മോനെ കഴിക്കണ കൂട്ടാ കുട്ടിയാണെങ്കിൽ കഴിക്കുന്നില്ല കുട്ടി അത്ര നിർബന്ധിച്ചിട്ട് കഴിക്കുന്നില്ല അപ്പൊ അമ്മ പറയുകയാണ് വെയിലു കൊണ്ടു നിൻ കൂടലയോ താളു പോലെ കലന്നു പോയി മണ്ണിലോടി കളിച്ചതു മതി കണ്ണനുണ്ണി മാമുണ്ണി ഗോവിന്ദ ഹരി കൈ അടിച്ചൊരു പാടിക്കോ താല്പര്യമുള്ളവർ മാത്രം നിൽക്കുക അല്ലാതെ ഗ്രൂപ്പ് ഇരിക്കുക ഗോവിന്ദ ഹരി ഗോവിന്ദ എന്താ ശരാമ പറഞ്ഞത് വെയിലു കൊണ്ടു നിൻ കൂടയോ താളു പോലെ കലർന്നു പോയി മണ്ണിലോടി കളിച്ചോ മതി കണ്ണി മാമുണ്ണി ഗോവിന്ദ ഹരി ഉറക്കെ അതിൽ നടിച്ചോളൂ ഒരുപോലെ ഇരിക്കണം